ഹലോ ട്രേഡേഴ്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഒരു മാർക്കറ്റ് അനാലിസിസ് വീഡിയോ ആണ്. നമ്മുടെ ചാനൽ പണ്ട് മുതലേ കാണാറുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ അറിയാമായിരിക്കും. നമ്മൾ പണ്ട് എല്ലാ ദിവസവും കൃത്യമായിട്ട് മാർക്കറ്റ് അനാലിസിസ് വീഡിയോസ്, ബിറ്റ്കോയിൻ്റെ ആയാലും മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെ ആയാലും ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് വീഡിയോസൊക്കെ നമ്മൾ ചെയ്തു വരാറുള്ളതായിരുന്നു. ആൻഡ് ഇപ്പോൾ വളരെ വലിയ ഗ്യാപ്പുകൾ നമ്മുടെ വീഡിയോസ് തമ്മിൽ വരുന്നുണ്ട്. മാർക്കറ്റ് അനാലിസിസ് വീഡിയോസ് മാത്രമല്ല, മറ്റുള്ള വീഡിയോസ് ആയാൽ പോലും വളരെ വലിയ ഗ്യാപ്പ് ഇപ്പോൾ നമ്മുടെ വീഡിയോസ് തമ്മിൽ വരുന്നുണ്ട്. ചെറിയ തിരക്കുകൾ കാരണമാണ്, എല്ലാവരും ക്ഷമിക്കും. ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ട് ചോദിക്കാറുണ്ട്, പുതിയ വീഡിയോ ഒന്നും ഇല്ലെന്ന് ചോദിക്കാറുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ വളരെയധികം സന്തോഷമുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നിങ്ങൾക്ക് മാർക്കറ്റ് അനാലിസിസ് വീഡിയോസ് വേണമെന്നുണ്ടെങ്കിൽ, ബിറ്റ്കോയിൻ്റെ ആയാലും മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെ ആയാലും ഒരു പ്രൈസ് ആക്ഷൻ അനാലിസിസ് വീഡിയോസ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. എനിക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് എത്ര പേർക്ക് നമ്മുടെ ഇത്തരത്തിലുള്ള വീഡിയോസ് ആവശ്യമായിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര പേര് അതിന് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. സോ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ബിറ്റ്കോയിൻ്റെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രൈസ് ആക്ഷൻ അനാലിസിസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ ഏതൊക്കെ രീതിയിലായിരിക്കും ഒരു മൂവ്മെൻറ്റ് നമുക്ക് ബിറ്റ്കോയിനിൽ കാണാനായിട്ട് സാധിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ എല്ലാ വീഡിയോസിലും പറയാറുള്ള പോലെ തന്നെ നിങ്ങൾ എപ്പോഴും നിങ്ങളുടേതായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രം ഒരു ട്രേഡ് എടുക്കണോ വേണ്ടോ എന്നുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഈ ഒരു വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ അനാലിസിസിന് എന്തെങ്കിലും കാര്യങ്ങൾ ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി. ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. ഒരിക്കലും എന്നെ ആയാലും മറ്റുള്ള ആരെ ആയാലും ബ്ലൈൻഡ് ആയിട്ട് ഫോളോ ചെയ്യാതിരിക്കുക. ഓക്കെ, എപ്പോഴും നിങ്ങളുടെ ഒരു അനാലിസിസ് തീർച്ചയായിട്ടും നിങ്ങളുടെ ട്രേഡ് എടുക്കുന്നതിന് മുൻപേ തന്നെ അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പോൾ അധികം സമയം കളയുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ ചാർട്ടിലേക്ക് പോകാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് പതിവ് പോലെ തന്നെ കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ട് തന്നെ തുടങ്ങാം. ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പ് ഈസ് $1.68 ട്രില്യൺ. ഒരു 2.23% ഇൻക്രീസ് ആണ് ദ ഗ്ലോബൽ ക്രിപ്റ്റോ മാർക്കറ്റ് ക്യാപ്പിൽ കഴിഞ്ഞ ഒരു ദിവസം കൊണ്ട് ഉണ്ടായിട്ടുള്ളത്. ആൻഡ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയം ഓവർ ദ ലാസ്റ്റ് 24 hours നോക്കുകയാണെങ്കിൽ $81.87 ബില്യൺ ആയിട്ട് അത് ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. ഒരു 7.54% ഇൻക്രീസ് ആണ് ടോട്ടൽ ക്രിപ്റ്റോ മാർക്കറ്റ് വോളിയത്തിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ബിറ്റ്കോയിൻ ഡൊമിനൻസ് ഒരു 49.88% ആയിട്ട് കുറഞ്ഞിട്ടുണ്ട്. ഒരു 0.6% ഡിക്രീസ് ആണ് ബിറ്റ്കോയിൻ ഡൊമിനൻസിൽ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് ഇവിടെ നമുക്ക് ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് കാണാൻ പറ്റും. ക്രിപ്റ്റോ ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് കാണാൻ പറ്റും. ഒരു 73 ആണ്. ഒരു ഗ്രീഡ് ആയിട്ടുള്ള ഫിയർ ആൻഡ് ഗ്രീഡ് ഇൻഡെക്സ് ആണ് നമുക്കിപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നത്. ഓക്കെ, ആൻഡ് താഴേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബിറ്റ്കോയിൻ്റെയും ബാക്കിയുള്ള ഓൾട്ട് കോയിൻസിൻ്റെയും വിശേഷങ്ങൾ നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ മാത്രമാണ് കാര്യമായിട്ടുള്ള പെർഫോമൻസ് ഒന്നും കാഴ്ചവെക്കാതിരിക്കുന്നത്. ബാക്കിയുള്ള ഓൾട്ട് കോയിൻസ് അത്യാവശ്യം ഗംഭീരമായിട്ടുള്ള പെർഫോമൻസ് ആണ് കാഴ്ചവെക്കുന്നുണ്ട്. ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ബിറ്റ്കോയിൻ കഴിഞ്ഞ 7 ദിവസം കൊണ്ട് ഒരു 1.64% ചെറിയ ഒരു ഡിക്രീസ് മാത്രമേ ബിറ്റ്കോയിനിൽ സംഭവിച്ചിട്ടുള്ളൂ. കഴിഞ്ഞ 24 hours ഒരു 1.46% കഴിഞ്ഞ 24 hours ഒരു 1.46% ഇൻക്രീസ് ബിറ്റ്കോയിൻ കാഴ്ചവെച്ചിട്ടുണ്ട്. വളരെ ചെറിയ ഒരു മൂവ്മെൻറ്റ് മാത്രമേ ബിറ്റ്കോയിൻ സംഭവിച്ചിട്ടുള്ളൂ. എത്തേറിയം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 24 മണിക്കൂറിൽ ഒരു 6.5% ഇൻക്രീസ് എത്തേറിയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7 ദിവസത്തെ ഡാറ്റ എടുക്കുകയാണെങ്കിൽ ഒരു 7.43% എത്തേറിയത്തിൽ സംഭവിച്ചിട്ടുണ്ട്. ആൻഡ് BNB നോക്കുകയാണെങ്കിൽ BNB കഴിഞ്ഞ 24 hours ഒരു 12% ഇൻക്രീസ് BNBയിൽ സംഭവിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 7 ദിവസമായിട്ട് ഒരു 25% ഇൻക്രീസ് ആണ് BNBയിൽ സംഭവിച്ചിട്ടുള്ളത്. ആൻഡ് സൊളാന നോക്കുകയാണെങ്കിൽ സൊളാന വളരെ ഗംഭീരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് സൊളാന കാഴ്ചവെച്ചു ിരിക്കുകയാണ്. കഴിഞ്ഞ 24 hours ഒരു 5% ഒരു ഡിക്രീസ് സംഭവിച്ചിട്ടുണ്ടെങ്കിലും കഴിഞ്ഞ 24 hours ഒരു 20% ഇൻക്രീസ് സൊളാനയിൽ സംഭവിച്ചിട്ടുണ്ട്. ഈ സൊളാന എന്ന് പറയുന്നത് 2023 സ്റ്റാർട്ടിങ്ങിൽ ഒരു $8 ഉണ്ടായിരുന്ന, ഒരു $8 മാത്രം വിലയിൽ ഉണ്ടായിരുന്ന ഒരു ടോക്കൺ ആയിരുന്നു. ആൻഡ് ഇപ്പോൾ അത് $100 മേലെയാണ് സൊളാനയുടെ റേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത്രയും ഗംഭീരമായിട്ടൊരു പെർഫോമൻസ് സൊളാന ഈ ഒരു 2023 കാഴ്ചവെച്ചിട്ടുണ്ട്. ആൻഡ് ബാക്കിയുള്ള ഓൾട്ട് കോയിൻസ് XRP ആയാലും അതുപോലെ തന്നെ കാർഡാനോ ആയാലും അവലാഞ്ച് ആയാലും ഡോജ് കോയിൻ ആയാലും എല്ലാതും അത്യാവശ്യം നല്ല രീതിയിലുള്ളൊരു പെർഫോമൻസ് കാഴ്ചവെച്ചിട്ടുണ്ട്. പോളിഗൺ മാറ്റിക് ഒരു 33% ഇൻക്രീസ് കഴിഞ്ഞ 7 ദിവസം കൊണ്ട് കാഴ്ചവെച്ചിട്ടുണ്ട്. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ള മൂവ്മെൻറ്റിലാണ്, ഒരു ഓൾട്ട് സീസൺ ആണെന്നൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന ഒരു സിറ്റുവേഷനിലാണ് ക്രിപ്റ്റോ മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. ബിറ്റ്കോയിൻ മാത്രമാണ് കാര്യമായിട്ടുള്ളൊരു മൂവ്മെൻറ്റ് കുറച്ച് ദിവസങ്ങളായിട്ട് കാഴ്ചവെക്കാതെ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി ബിറ്റ്കോയിൻ്റെ കാര്യങ്ങളിലേക്ക് പോകാം. ബിറ്റ്കോയിൻ ഇനിയും ഇത്തരത്തിലുള്ള ഈ ഒരു ചെറിയ രീതിയിലുള്ളൊരു മൂവ്മെൻറ്റ് മാത്രമായിട്ട് മുന്നോട്ട് പോവുകയാണോ, അല്ലെങ്കിൽ അതോ ഗംഭീരമായിട്ടുള്ള മൂവ്മെൻറ്റ്സ് ബിറ്റ്കോയിൻ നമുക്കിനി വരും ദിവസങ്ങളിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കുമെന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു $43,000 എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ പ്രൈസ് നിൽക്കുന്ന ഈ ഒരു ഏരിയ നമുക്ക് എടുക്കാം. ഈ ഒരു ഏരിയയിലാണ് ഇപ്പോൾ ബിറ്റ്കോയിൻ്റെ പ്രൈസ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഏരിയയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. 2022 ആ ഒരു ബെയറിഷ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ആ ഒരു മാർക്കറ്റ് ക്രാഷ് സംഭവിച്ചത്, അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു 43,000 മുതൽ ഈ ഒരു 47,000 വരെയുള്ള ഈ ഒരു ഏരിയ ആയിരുന്നു. ഓക്കെ, നമുക്കത് കൃത്യമായിട്ട് ഇവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇവിടെ നിന്നായിരുന്നു. പിന്നീട് ഒരു 15,000 ഒരു ബിറ്റ്കോയിൻ ഇറങ്ങിപ്പോയിട്ടുള്ളത് ഇവിടെ നിന്നായിരുന്നു. അതിൻ്റെ സ്റ്റാർട്ടിങ് ഇവിടെ നിന്നായിരുന്നു. ഓക്കെ, അപ്പോൾ ആ ഒരു മാർക്കറ്റ് ക്രാഷിന് കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ ആ മാർക്കറ്റ് ക്രാഷ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ആ ഒരു ഏരിയയിൽ തന്നെയാണ് ബിറ്റ്കോയിൻ വീണ്ടും വന്നു നിൽക്കുന്നത്. ഓക്കെ, ഒരു 15,000 വരെ പോയിട്ടുള്ള ബിറ്റ്കോയിൻ, ഒരു
2022 നവംബർ മാസത്തിലൊക്കെ ഒരു 15,000 എന്ന് പറയുന്ന ആ ഒരു പ്രൈസ് റേഞ്ചിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരുന്ന ബിറ്റ് കോയിൻ ഇന്ന് നിൽക്കുന്നത് ഒരു $43,000. അപ്പോൾ അത്രയും ഗംഭീരമായിട്ടുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ ഈ ഒരു 2023 സംഭവിച്ചിട്ടുണ്ട്. അത്രയും ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ ഈ ഒരു 2023 സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി എങ്ങോട്ടാണ്, അല്ലെങ്കിൽ ഇനി ഏതൊക്കെ രീതിയിലാണ് നമുക്ക് ഒരു മൂവ്മെൻറ്റ് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ മുൻപ് കൂടെ സംഭവിച്ച പോലെ തന്നെ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ ഒരു ഹയർ ലോ ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു മൂവ്മെൻറ്റ് വേണമെങ്കിൽ ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാം. ഓക്കെ, അത് നോക്കുകയാണെങ്കിൽ അതിനെ പറ്റിയിട്ട് വിശദമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു 15,000 മുതലുള്ള മൂവ്മെൻറ്റ് എടുക്കാം. ഒരു 15,000 മുതൽ ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ 15,000 നിന്നും ഈ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്തപ്പോൾ നമുക്ക് അവിടെ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്യാം. ഈ ഒരു ലോയിൽ നിന്നും ഞാൻ ഈ ഒരു ഹൈയിലേക്ക് ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റുകൾ അപ്ലൈ ചെയ്യുകയാണ്. നമുക്ക് കൃത്യമായിട്ട് കാണാൻ പറ്റുന്ന ആ ഒരു റീട്രേസ്മെൻറ്റ് അവസാനിച്ചിട്ടുള്ളത് ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസിലാണ്. ഓക്കെ, ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസിൽ നിന്നുമാണ് പിന്നീട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ഒരു ഹയർ ഹൈയോട് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ തന്നെ ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹയർ ലോയിൽ നിന്നും ഈ ഒരു ഹയർ ഹൈയിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാം. ഈ ഒരു ഹയർ ലോയിൽ നിന്നും ഈ ഒരു ഹയർ ഹൈയിലേക്ക് നമ്മൾ ഈ ഒരു ഫിബൊനാച്ചി റിട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് വീണ്ടും കാണാൻ സാധിക്കുന്നത് വീണ്ടും ഒരു റീട്രേസ്മെൻറ്റ് ചെന്ന് അവസാനിച്ചിട്ടുള്ളത് ഈ ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഓരോ റീട്രേസ്മെൻറ്റും കൃത്യമായിട്ട് ഒരു ഫിബൊനാച്ചി ഗോൾഡൻ ലെവലിൽ അവസാനിച്ചുകൊണ്ട് അവിടെ നിന്നാണ് പിന്നീട് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കുറച്ച് മാസങ്ങളായിട്ട് അല്ലെങ്കിൽ കഴിഞ്ഞ ഈ ഒരു വർഷമായിട്ട് അത്തരത്തിലുള്ളൊരു മൂവ്മെൻറ്റ് തന്നെയാണ് ബിറ്റ് കോയിനിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇപ്പോഴത്തെ നിലവിലെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ബിറ്റ് കോയിൻ ഇവിടെ പുതിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ പുതിയ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈയിലേക്ക് നമ്മൾ ഈ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റ് ടൂൾ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഗോൾഡൻ ലെവൽസ് വരുന്നത്. ഒരു 33,000 മുതൽ 37,000 വരെയുള്ള ഈ ഒരു ഏരിയയിലാണ് നമ്മുടെ ഫിബൊനാച്ചി ഗോൾഡൻ ലെവൽസ് വരുന്നത്. ഓക്കെ, അപ്പോൾ പ്രൈസ് ഒരു പുതിയ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ മുൻപ് സംഭവിച്ച പോലെ തന്നെ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബിറ്റ് കോയിൻ്റെ പ്രൈസ് മുകളിലോട്ട് പോയ പോലെ തന്നെ ഒരു പുതിയ ഹയർ ലോ ക്രിയേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ലോ ഏകദേശം ഈ ഒരു 33,000 എന്ന് പറയുന്ന അല്ലെങ്കിൽ 33,000 മുതൽ 37,000 വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിൽ എവിടെയെങ്കിലും ആയിരിക്കും ആ ഒരു ലോ അവസാനിക്കാനായിട്ട് പോകുന്നത്. ആൻഡ് അവിടെ നിന്നായിരിക്കും ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് ബിറ്റ് കോയിൻ കണ്ടിന്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെങ്കിൽ ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ഈ ഒരു ഹയർ ഹൈസ് ആൻഡ് ഹയർ ലോസ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് പോകുന്ന നമുക്ക് ഈ ഒരു സ്ട്രക്ചർ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിറ്റ് കോയിനിൽ ഒരു റീട്രേസ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ഈ ഒരു വീക്ക്ലി ടൈം ഫ്രെയിമിൽ ഒരു റീട്രേസ്മെൻറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഏകദേശം ഒരു 37,000 മുതൽ 33,000 വരെയുള്ള ആ ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ആ ഒരു റീട്രേസ്മെൻറ്റ് ചെന്ന് അവസാനിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് പലപ്പോഴും നമുക്ക് കൃത്യമായിട്ടുള്ള റീട്രേസ്മെൻറ്റ് തരാതെ തന്നെ ശക്തമായിട്ട് ബിറ്റ് കോയിൻ മുകളിലേക്ക് കുതിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ഈ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബുള്ളിഷ് വീക്ക്ലി ക്യാൻഡിൽസോട് കൂടിയിട്ടാണ് പുതിയ ഒരു ഓൾ ടൈം ഹൈ ബിറ്റ് കോയിൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, കാര്യമായിട്ടുള്ള റീട്രേസ്മെൻറ്റുകളൊന്നും നമുക്കിവിടെ കിട്ടിയിട്ടില്ല. അതുപോലെ തന്നെ ഇപ്പോൾ ഫോം ആയിക്കൊണ്ടിരിക്കുന്ന കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് ഫോം ആയിക്കൊണ്ടിരിക്കുന്ന ക്യാൻഡിൽസ് നോക്കുകയാണെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് ആണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അത്രയും ബുള്ളിഷ് ആയിട്ടുള്ള ഒരു സ്ട്രെങ്ത് അവിടെ ബിറ്റ് കോയിൻ കീപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു റീട്രേസ്മെൻറ്റിന് കാത്ത് നിൽക്കാതെ വളരെ ശക്തമായിട്ടുള്ള ഒരു ബ്രേക്ക് ഔട്ട് ഇവിടെ കാഴ്ചവെക്കാനും അല്ലെങ്കിൽ അവിടെ അത്തരത്തിലുള്ള ബ്രേക്ക് ഔട്ട് അവിടെ സംഭവിക്കാനും സാധ്യതകൾ തീർച്ചയായിട്ടും ഉണ്ട്. ഓക്കെ, ഒരു ബുൾ മാർക്കറ്റാണ്. അപ്പോൾ നമുക്ക് എന്ത് വേണമെങ്കിലും എത്ര ശക്തമായിട്ടുള്ള മൂവ്മെൻറ്റുകൾ വേണമെങ്കിലും നമുക്ക് അവിടെ പ്രതീക്ഷിക്കാം. ഓക്കെ, പക്ഷേ നമ്മൾ പ്യൂറായിട്ടുള്ള പ്രൈസ് ആക്ഷനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പ്യൂറായിട്ടുള്ള പ്രൈസ് ആക്ഷനെ മാത്രം ഫോളോ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു റീട്രേസ്മെൻറ്റിന് ശേഷം ഒരു എൻട്രി എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ട്രേഡിംഗ് രീതി എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഒരു ഫിബൊനാച്ചി റീട്രേസ്മെൻറ്റോട് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കൊരു റീട്രേസ്മെൻറ്റ് ലെവൽസ് നമുക്ക് കൃത്യമായിട്ട് കണ്ടെത്താനായിട്ട് നമ്മൾ ഒരു അനാലിസിസ് നടത്തിയിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു റീട്രേസ്മെൻറ്റ് സംഭവിക്കുകയാണെങ്കിൽ ബിറ്റ് കോയിനിൽ ഒരു റീട്രേസ്മെൻറ്റ് സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ 33,000 മുതൽ 34,000 വരെയുള്ള ഏരിയ ആയിരിക്കും നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ബൈയിങ് സോൺ എന്ന് പറയുന്നത്. ഓക്കെ, ബെറ്റർ ആയിട്ടുള്ള ബൈയിങ് സോൺ ആയിട്ട് വരുന്നത് ഇനി ബിറ്റ് കോയിനിൽ ബെറ്റർ ആയിട്ടുള്ള ബൈയിങ് സോൺ ആയിട്ട് വരുന്നത് ഈ ഒരു 33,000 മുതൽ 34,000 വരെയുള്ള ആ ഒരു ലെവലായിരിക്കും. അപ്പോൾ ആ ഒരു ലെവലിലേക്ക് ബിറ്റ് കോയിൻ ഇറങ്ങി വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കുറച്ച് ബിറ്റ് കോയിനിൽ ഒരു ലോങ് പൊസിഷൻസ് എടുക്കാനായിട്ടുള്ള സാധ്യതകൾ അവിടെ തീർച്ചയായിട്ടും തരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് വീക്ക്ലി ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് സാധിക്കുന്ന കുറച്ച് കാര്യങ്ങൾ. ആൻഡ് ഒരു 12 hour ടൈം ഫ്രെയിമിലേക്ക് പോവുകയാണെങ്കിൽ നമുക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു ചാർട്ട് പാറ്റേൺ അവിടെ കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഞാൻ ഇവിടെ ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ വരയ്ക്കുകയാണ്. ഇതുപോലെ നമുക്ക് റെസിസ്റ്റൻസ് ലെവൽ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ഒരു ട്രെൻഡ് ലൈൻ വയ്ക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാർട്ട് പാറ്റേൺ ഏതാണെന്ന് നിങ്ങൾക്ക് അറിയാമായിരിക്കും. ഇതൊരു അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ആണ്. ഓക്കെ, അപ്പോൾ അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേൺ ഒന്നെങ്കിൽ ഒരു ബുള്ളിഷ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ചാർട്ട് പാറ്റേൺ ആയിട്ട് മാറാറുണ്ട്. അതുപോലെ തന്നെ ഒരു ട്രെൻഡ് റിവേഴ്സലായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്ന ഒരു പാറ്റേൺ ആണ്. അപ്പോൾ നമുക്കിവിടെ പ്രതീക്ഷിക്കാവുന്ന ഒരു മൂവ്മെൻറ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമുക്കൊരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടേണ്ടതുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് മുകളിലോട്ടാണ് ഒരു ബ്രേക്ക് ഔട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ പ്രൈസ് ഇവിടെ നിന്ന് ഈ രീതിയിൽ ശക്തമായിട്ടുള്ള ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാഴ്ചവെക്കാനായിട്ടുള്ള
സാധ്യതയുണ്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഇനി അതല്ല ഇവിടെ നിന്ന് പ്രൈസ് ഒരു താഴേക്കൊരു ബ്രേക്ക്ഔട്ട്, ഒരു ട്രെൻഡ് ലൈനിൽ ഒരു ബ്രേക്ക്ഔട്ടാണ് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ശക്തമായിട്ടുള്ളൊരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ബ്രേക്ക്ഔട്ടിനനുസരിച്ചുള്ള ഒരു ടാർഗറ്റ് പറയുകയാണെങ്കിൽ, ഒരു ബ്രേക്ക്ഔട്ട് സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു ഡയറക്ഷനിലേക്ക് നമുക്ക് എത്രത്തോളം ഒരു ടാർഗറ്റ് അവിടെ പ്രതീക്ഷിക്കാമെന്ന് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കാം. ഈ ഒരു ചാർട്ട് പാറ്റേൺ ഫോം ആവാനായിട്ട് തുടങ്ങിയിട്ടുള്ള ഈ ഒരു ഡിസ്റ്റൻസ് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മുകളിലേക്ക് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു 49,000 ഒരു ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ വെക്കാനായിട്ട് പറ്റും. അതായത് 49,000 ഒരു മൂവ്മെന്റ് വേണമെങ്കിൽ നമുക്ക് ബിറ്റ് കോയിനിൽ പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ഇനി അതല്ല ഇവിടുന്ന് താഴോട്ടാണ്, ഈ ഒരു ട്രെൻഡ് ലൈനിൽ നിന്നും താഴോട്ടാണ് ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്കൊരു 37,000 ഒരു മൂവ്മെന്റും പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. നമ്മൾ ഇവിടെ തൊട്ട് മുൻപ് നമ്മൾ ഇവിടെ ഫിബൊനാച്ചി റീട്രേസ്മെന്റുകൾ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ ഈ ഒരു ലോയിൽ നിന്നും ഈ ഒരു ഹൈയിലേക്ക് നമ്മൾ ഫിബൊനാച്ചി റീട്രേസ്മെന്റുകൾ അപ്ലൈ ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്ന ആ ഒരു ഗോൾഡൻ ലെവൽ എന്ന് പറയുന്നത് 37,000 മുതൽ 33,000 വരെയുള്ള ഈ ഒരു ഏരിയ ആണ്. ഓക്കെ, അപ്പോൾ അതേ ആ ഒരു 37,000 തന്നെയാണ് നമുക്ക് ഈ ഒരു 12 hour ടൈം ഫ്രെയിമിൽ ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ ചാർട്ട് പാറ്റേണിൽ താഴേക്ക് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇവിടെ വളരെ ശക്തമായിട്ടുള്ള ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ലെവലും നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അതായത് തൊട്ട് മുൻപ് ഒരുപാട് തവണ റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്തിരുന്ന ഒരു ലെവലായിരുന്നു. ആൻഡ് അതേ ലെവൽ തന്നെ ഇനി ഒരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നും താഴോട്ട് ഒരു ബ്രേക്ക്ഔട്ട് കിട്ടുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു 37,000 വരെയുള്ള ഒരു മൂവ്മെൻറ്റ് ബിറ്റ് കോയിനിൽ താഴോട്ട് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കും. ആൻഡ് അവിടെ നിന്നായിരിക്കും ബിറ്റ് കോയിൻ പിന്നീട് ഒരു ബുള്ളിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് കാഴ്ചവെക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള ഒരു ചാർട്ട് പാറ്റേൺ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഒരു 12 hour ടൈം ഫ്രെയിമിൽ കാണാനായിട്ട് പറ്റുന്നുണ്ട്. സോ അതും നമുക്ക് അടുത്ത ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ ഒരു ബ്രേക്ക്ഔട്ട് ഇത്തരത്തിൽ കാണുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബെയറിഷ് ആയിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻറ്റിനുള്ള സാധ്യതയും, ഇനി മുകളിലോട്ടാണ് ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നുണ്ടെങ്കിൽ ഒരു 49,000 വരെയുള്ള ഒരു മൂവ്മെൻറ്റും ബിറ്റ് കോയിനിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ആൻഡ് ഒരു 4 hour ടൈം ഫ്രെയിമിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചൊന്ന് വെയിറ്റ് ചെയ്യണം, നമ്മൾ കുറച്ചും കൂടെ ഒന്ന് വെയിറ്റ് ചെയ്യണം നല്ലൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് മനസ്സിലാക്കുന്ന രീതിയിലുള്ള ഒരു കാര്യം നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഇവിടെ ഓൾറെഡി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡാണ്, പ്രൈസ് ശക്തമായിട്ട് മുകളിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ, മാർക്കറ്റ് സ്ട്രക്ചർ വെച്ചുകൊണ്ട് കാര്യങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം ഒരു ട്രെൻഡ് കൺസോൾട്ടേഷൻ ആൻഡ് ആ ട്രെൻഡ് കണ്ടിന്യൂവേഷൻ അല്ലെങ്കിൽ ആ ട്രെൻഡ് റിവേഴ്സൽ, അതാണ് സാധാരണ മാർക്കറ്റിൽ സംഭവിക്കാറുള്ളത്. ഒരു ട്രെൻഡ് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു ആൻഡ് അവിടെ ഒരു കൺസോൾട്ടേഷൻ സംഭവിക്കുന്നു ആൻഡ് ആ കൺസോൾട്ടേഷന് ശേഷമായിരിക്കും ആ ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണോ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് റിവേഴ്സൽ സംഭവിക്കണം എന്നുള്ള കാര്യങ്ങൾ അവിടെ തീരുമാനം ആവുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ നമുക്ക് കൃത്യമായിട്ടൊരു ട്രെൻഡ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് ആ ഒരു ട്രെൻഡ് വളരെ ബുള്ളിഷ് ആയിട്ടുള്ള ട്രെൻഡാണ് നമുക്ക് അറിയാൻ സാധിക്കും. ആൻഡ് അവിടെ നിന്ന് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കൺസോൾട്ടേഷനാണ്. അതായത് ഒരു സൈഡ് വേസ് ആയിട്ടുള്ള രീതിയിലാണ് പ്രൈസ് അവിടെ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈക്വൽ ആയിട്ടുള്ള റെസിസ്റ്റൻസ് ആണ്, ഈക്വൽ ആയിട്ടുള്ള സപ്പോർട്ടാണ്. സോ ഇതൊരു സൈഡ് വേസ് ആയിട്ടുള്ള ട്രെൻഡിലേക്കാണ് ഇപ്പോൾ ബിറ്റ് കോയിൻ മാറിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ മാറിയിട്ടുള്ളത്. ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ ഒരു കൺസോൾട്ടേഷനാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, ഞാൻ കൺസോൾട്ടേഷൻ കൊടുക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ ആണോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആണോ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ ലെവലിൽ നിന്നും അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്നും പ്രൈസ് പുറത്തു വരണം. ഒന്നുകിൽ ഒരു ട്രെൻഡ് റിവേഴ്സൽ ആണ് സംഭവിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഈ ഒരു കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്നും പ്രൈസ് താഴോട്ട് വന്നിട്ട് ഒരു ബെയറിഷ് ആയിട്ടുള്ള മൂവ്മെൻറ്റ് സംഭവിക്കണം. അതല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്നും പ്രൈസ് മുകളിലോട്ട് പോയിട്ട് ഈ ഒരു ട്രെൻഡ് തന്നെ കണ്ടിന്യൂ ചെയ്യണം. അപ്പോൾ ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നിങ്ങൾ ട്രേഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ പീരീഡിൽ നിന്നും അല്ലെങ്കിൽ കൺസോൾട്ടേഷൻ ഏരിയയിൽ നിന്നും പ്രൈസ് എപ്പോഴാണോ പുറത്ത് വരുന്നത് ആ ഒരു ഡയറക്ഷനിലേക്ക് ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. അതായത് കാരണം കൃത്യമായിട്ടൊരു കൺസോൾട്ടേഷൻ പീരീഡിലാണ് ബിറ്റ് കോയിൻ പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ഒരു ട്രെൻഡ് സംഭവിക്കുന്നു ആൻഡ് ഒരു കൺസോൾട്ടേഷൻ ഇവിടെ സംഭവിക്കുന്നുണ്ട്. ആൻഡ് ഇതിന് ശേഷം ഒരു ബ്രേക്ക്ഔട്ട് ഏത് ഡയറക്ഷനിലേക്കാണോ അല്ലെങ്കിൽ ഏതൊരു സിഗ്നലാണോ പ്രൈസ് വരുന്നത് അതിനനുസരിച്ചായിരിക്കും ഒരു ട്രെൻഡ് റിവേഴ്സലാണോ അല്ലെങ്കിൽ ഒരു ട്രെൻഡ് കണ്ടിന്യൂവേഷൻ തന്നെയാണോ ഇവിടെ സംഭവിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാം. അപ്പോൾ ഫോർവേഡ് ടൈം ഫ്രെയിമിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു സൈഡ് വേസ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, ഒരു സൈഡ് വേസ് ആയിട്ടുള്ള ഒരു പ്രൈസ് മൂവ്മെൻ്റ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ കൃത്യമായിട്ടുള്ള ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റീസ് കിട്ടുന്നത് വരെ ജസ്റ്റ് വെയിറ്റ് ചെയ്യുക എന്നുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്കിവിടെ ചെയ്യാനായിട്ടുള്ളൂ. ആൻഡ് ഇതേ ഫോർവേഡ് ടൈം ഫ്രെയിമിലാണ് നമുക്കൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണും കിട്ടുന്നുണ്ട്. ഈ രീതിയിൽ കൃത്യമായിട്ട് ഈ ട്രെൻഡ് ലൈൻസിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എടുത്തുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് മൂവ്മെന്റ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ നമുക്കിതൊരു സിമെട്രിക്കൽ ട്രയാങ്കിൾ ആയിട്ട് എടുക്കാനായിട്ട് സാധിക്കും. സോ ഇവിടെ നിന്ന് ഏത് രീതിയിലാണ് ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നത്, ഈ ഒരു സിമെട്രിക്കൽ ട്രയാങ്കിൾ പാറ്റേണിൽ നിന്നും ഏത് രീതിയിലാണ് ഒരു ബ്രേക്ക്ഔട്ട് സംഭവിക്കുന്നത് അതിനനുസരിച്ചുള്ള ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നമുക്കിവിടെ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ കൃത്യമായിട്ടൊരു ബ്രേക്ക്ഔട്ടിന് വേണ്ടിയിട്ട്, കൃത്യമായിട്ടൊരു ട്രേഡ് കൺഫർമേഷന് വേണ്ടിയിട്ട്, ഒരു എൻട്രി കൺഫർമേഷന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ബിറ്റ് കോയിൻ്റെ കാര്യത്തിൽ ചെയ്യാനായിട്ടുള്ളത്. ഒരു ലോങ് ടൈം പെർസ്പെക്റ്റീവിലൊക്കെ നോക്കുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ ഒരു വീക്കിലി ടൈം ഫ്രെയിമിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ തന്നെ, അതായത് ഒരു 37,000 മുതൽ 34,000 വരെയുള്ള ആ ഒരു ഏരിയയിലേക്ക്, ആ ഒരു പ്രൈസ് റേഞ്ചിലേക്ക് ബിറ്റ് കോയിൻ എത്തുകയാണെങ്കിൽ അവിടെ നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരിക്കും. ആൻഡ് അതല്ല ഒരു സ്വിംഗ് ട്രേഡിംഗ് പെർസ്പെക്റ്റീവിലൊക്കെ, അതായത് ഒരു ഫോർവേഡ് ടൈം ഫ്രെയിമിലൊക്കെ ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു കൺസോൾട്ടേഷൻ പീരീഡിന് പുറത്തേക്ക് പ്രൈസ് പോയതിന് ശേഷം മാത്രം ഒരു ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി നോക്കുന്നതായിരിക്കും നല്ലത്. ആൻഡ് ഒരു
ഒരു 12 അവർ ടൈം ഫ്രെയിമിൽ ഡെയിലി ടൈം ഫ്രെയിമിലൊക്കെ ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റീസ് നോക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ ഈ ഒരു അസെൻഡിങ് ട്രയാങ്കിൾ പാറ്റേൺ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ അനാലിസിസ് നടത്തിയതിന് ശേഷം മാത്രമേ ഒരു ട്രേഡ് എടുക്കാനായിട്ട് പാടുള്ളൂ. ഏത് ഡയറക്ഷനിലേക്ക് ഒരു ലോങ് പൊസിഷൻ എടുക്കണോ ഷോർട്ട് പൊസിഷൻ എടുക്കണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അനാലിസിന് ശേഷം മാത്രം തീരുമാനിക്കുക. എൻ്റെ ഈ ഒരു വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങളുടെ അനാലിസിന് ഹെൽപ്ഫുൾ ആവുന്ന എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ മാത്രം എടുത്താൽ മതി, ബാക്കി എല്ലാ കാര്യങ്ങളും വിട്ട് കളഞ്ഞേക്കാം. അപ്പോൾ ഹാപ്പി ട്രേഡിംഗ് ഗൈസ്, അടുത്ത വീഡിയോയിൽ കാണാം.